നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണതേ ഉമ്മയുടെ ഒരു സ്പെഷ്യൽ ചിക്കൻ ഡോണറ്റ് ആണ് കേട്ടോ. എല്ലാവരും ചിക്കൻ ഡോണറ്റ് ഉണ്ടാക്കുന്നത് ഇറച്ചിയൊക്കെ പച്ചയിൽ അരച്ച് മാവ് പോലെ ആക്കിയിട്ടല്ലേ. നമുക്കിന്ന് നല്ല അടിപൊളിയായിട്ട് വെറൈറ്റി ആയിട്ട് ഒരു ചിക്കൻ ഡോണറ്റ് ഉണ്ടാക്കാം. ഇത് തിന്നപ്പോഴേ എന്താ തോന്നിയെന്നറിയോ, എനിക്ക് ശരിക്കുള്ള ചിക്കൻ ഡോണറ്റ് തിന്നതിനെക്കാട്ടിലും ടേസ്റ്റാ തോന്നിയത്. അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാന്ന് കാണാം. ഞാൻ അതിന് വേണ്ടി എടുത്തിരിക്കുന്നത് 600 ഗ്രാം കോഴി ഇറച്ചിയാണ്. നമ്മൾ സാധാ ഉണ്ടാക്കാൻ എടുക്കേണ്ടത് നല്ല എല്ലില്ലാത്ത നല്ല പീസ് നോക്കിയാണ് എടുക്കുക. ഞാനിപ്പോൾ ഇതുണ്ടാക്കാൻ എടുത്തിട്ടുള്ളത് എല്ലുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഈ നെഞ്ഞ് പീസ് നോക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, എല്ല് വേർപെടുത്തിയിട്ടൊന്നുമില്ല ഇതിൻ്റെ. അവിടെ ഇവിടെയൊക്കെ കുറച്ച് എല്ലുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിനെ നമുക്കിനി വേവിച്ചെടുക്കാം. ഞാനിവിടെ കുക്കറിലാണ് വേവിക്കുന്നത്. നമുക്ക് ഈ ഇറച്ചിനെടുത്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അത് വേകാൻ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് എല്ലാം പാടെ ഒന്ന് മിക്സാക്കാം. ഇതാ ഇപ്പം നന്നായിട്ട് മിക്സാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതൊരു 3-4 വിസിലടിച്ചാൽ മതിയാവും കേട്ടോ. ഇതുണ്ടല്ലേ മക്കളെ, ഇറച്ചി ഇതേപോലെ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇറച്ചി വെന്ത് വരുമ്പോൾ നമ്മൾ 3-4 വിസിൽ കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുമല്ലോ, അപ്പോൾ ഇച്ചിരി വെള്ളമൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. ആ വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ വറ്റിച്ചെടുക്കുക. ഞാനിവിടെ വറ്റിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇറച്ചീനെ ഇതാ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ചെറുതായിട്ട് ഇത് കണ്ടില്ലേ ഇതേപോലെ പൊടിച്ചെടുക്കാം കേട്ടോ. ഇതാ ഇതേപോലെ നാര് പോലെ ആക്കിയിട്ടെടുക്കണം. അതിനാണ് മക്കളെ ഞാൻ പറഞ്ഞത് എല്ലുണ്ടെങ്കിലും കുഴപ്പമില്ല എന്ന്. അപ്പം നമ്മളിങ്ങനെ പിച്ചെടുക്കുമ്പോൾ എല്ലുണ്ടെങ്കിൽ വേർപെടുത്തിയെടുത്താൽ മതിയല്ലോ. ഇത് കണ്ടില്ലേ മക്കളെ, ഇതേപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നാരാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ മീഡിയം സൈസിൽ 4 ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞിട്ടെടുക്കാം. വേവിച്ച ഉരുളക്കിഴങ്ങിൻ്റെ തോലൊക്കെ ഇത് കണ്ടില്ലേ സിമ്പിളായിട്ട് ഇനി പോരും കേട്ടോ. കണ്ടോ, നമ്മൾ ഈ വാഴയുടെ പഴത്തിൻ്റെ തോല് ഉരിച്ചതുപോലെ ഇങ്ങോട്ട് പോരും. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലിട്ടിട്ട് നന്നായിട്ട് കുത്തി ഉടച്ചെടുക്കാം. ഓരോന്നിട്ടിട്ട് പൊടിച്ചാൽ എന്തുണ്ടെന്നറിയോ, വേഗം ഇത് ഉടഞ്ഞു കിട്ടും. ഇതാ ഇതേപോലെ നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ കുത്തി ഉടച്ചെടുക്കണം കേട്ടോ. ഇനി ഇവിടെ ഇരിക്കട്ടെ മക്കളെ. ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കാം. ഞാൻ അതിന് ഒരു ചട്ടി അടുപ്പത്ത് വെക്കുക. ചട്ടി ചൂടായി വന്ന് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വന്നാൽ ഒരു വലിയ ഉള്ളി കുനുകുന അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുനുകുന അരിഞ്ഞ ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് ഇളക്കി ഒന്ന് ചെറുതായിട്ട് വാടി വരട്ടെ. അങ്ങനെ നമ്മുടെ ഉള്ളി ഒന്ന് ചെറുതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. വല്ലാതെ കളറാവൊന്നും വേണ്ട, ഈ കളർ മതി. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം കൂടി ഒന്ന് മാറി വരട്ടെ. ഇപ്പോൾ കണ്ടില്ലേ മക്കളെ, നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴണ്ട് വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിൽ കുറച്ച് മസാല ഇട്ട് കൊടുക്കണം. നമുക്കിതിലൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കാശ്മീർ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി. കുരുമുളക് പൊടി നമ്മൾ ഇറച്ചിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അപ്പോൾ കൂടുതൽ ഇട്ട് കൊടുക്കണ്ടേ. 1/2 ടീസ്പൂണ് കിര മസാല, 1/2 ടീസ്പൂണ് ജീരകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പെരുംജീരകത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുത്തത്, വലിയ ജീരകത്തിൻ്റെ. ഇനി നമുക്ക് ഈ മസാലയ്ക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി പിന്നെ ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇളക്കി മസാലയുള്ള പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ, അതുവരെ ഇളക്കി കൊടുക്കാം. തീ ഏറ്റവും കുറച്ച് വെച്ചാൽ മതി കേട്ടോ മക്കളെ, മീഡിയം സൈസിൽ വെച്ച് കൊടുത്താൽ മതി, അല്ലെങ്കിൽ മസാല കരിഞ്ഞു പോകും കേട്ടോ. അങ്ങനെ നമ്മുടെ മസാലയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് നമ്മൾ വേവിച്ച് പൊടിച്ച് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം.
നമുക്കൊന്ന് നന്നായിട്ട് ഇറച്ചിയും ചിക്കനും മസാലയും ഒക്കെ പാടൊന്ന് മിക്സാക്കി എടുക്കാം. ഇത് കണ്ടില്ലേ മക്കളെ, നമ്മുടെ ഇറച്ചി മസാലയൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് നമ്മൾ ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഇച്ചിരി മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങും കൂടി മിക്സാക്കി എടുക്കാം. അതിന് മക്കളെ നമ്മുടെ ഉരുളക്കിഴങ്ങും ഇറച്ചിയും എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഇറക്കി വെക്കാം. ഇതിനെ ഇവിടെ ഇരുന്നിട്ടൊന്ന് ചൂടാറട്ടെ. നമ്മൾ കൈ കൊണ്ടാണ് കുഴയ്ക്കുന്നത്, അപ്പോൾ ആ കയ്യിൽ പിടിക്കാൻ മാത്രമുള്ള ചൂടാറട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. മക്കളെ, നമുക്ക് ആ സമയം കൊണ്ടൊരു 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. നമുക്കൊരിച്ചിരി ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇതിൽ. നമുക്ക് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. ഇത് മക്കളെ, ഇതേപോലെ മുട്ട കലക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. മക്കളെ, ഇനി നമുക്ക് ഈ ഇറച്ചിയും ഉരുളക്കിഴങ്ങും മസാലയും എല്ലാം പാടെ ഒന്ന് ചപ്പാത്തി കുഴച്ചതുപോലെ കുഴച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ കുഴയ്ക്കുമ്പോൾ നല്ല ലൂസ് പോലെ തോന്നുകയാണെങ്കിൽ ലേശം മൈദപ്പൊടിയോ ലേശം ബ്രെഡ് പൊടിയോ ഒക്കെ ഇട്ട് കുഴച്ചാൽ മതി കേട്ടോ. ഞാനിതിലിപ്പോൾ ഒന്നും ഇട്ടിട്ടില്ല, വെറും ഉരുളക്കിഴങ്ങും മസാലയും മാത്രമേ ഇറച്ചിയുടെ കൂടെ ഇട്ടിട്ട് വേറെ ഒരു പൊടികളും ഇട്ടിട്ടില്ല കേട്ടോ. ഇത് കണ്ടില്ലേ, കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ടോണിട്ടാക്കി എടുക്കാം. കയ്യിൽ ലേശം എണ്ണ പുരട്ടിയിട്ട് വേണം എടുക്കാൻ കേട്ടോ. എണ്ണ പുരട്ടിയാൽ കയ്യിൽ ഒട്ടി പിടിക്കില്ല, അതിനാണ്. അതിൻ്റെ ഉള്ളിൽ ഏറുണ്ടെങ്കിൽ ഒക്കെ പോട്ടെ. ഇനി നമുക്കിതൊന്ന് പരത്തി കൊടുക്കാം. പരത്തി കൊടുത്തിട്ടേ കണ്ടേ, എല്ലായിടത്തും ഒന്നുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നടുക്കൊരു ഓട്ട വെച്ചെടുക്കാം. നമ്മൾ ഉഴുന്ന് വടയൊക്കെ ഉണ്ടാക്കുമല്ലോ, അതേപോലെ ഒരു ഓട്ട ആക്കി എടുക്കണം കേട്ടോ. കണ്ടില്ലേ? ഇനി നമുക്കിത് പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് എല്ലാതും ഇതേപോലെ ആക്കി എടുക്കാം കേട്ടോ. ഇത് കണ്ടില്ലേ മക്കളെ, നമ്മൾ എല്ലാതും ടോണട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം മക്കളെ, നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ടോണറ്റ് എടുത്തിട്ട് ആദ്യം നമുക്ക് ഈ കോഴിമുട്ടയിലൊന്ന് മുക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ ബ്രെഡിലിടാം. ഇട്ടിട്ട് നന്നായിട്ട് പൊതിഞ്ഞെടുക്കാം. ഇനി നമുക്കിത് നേരെ ഈ എണ്ണയിലങ്ങ് ഇട്ട് കൊടുക്കാം. ഈ എണ്ണയിലങ്ങ് ഇട്ട് കൊടുക്കാം. മക്കളെ, നമ്മൾ ഇട്ട് കൊടുത്ത ഉടനെ ഇളക്കാൻ പാടില്ല. ഒരു ചെറിയ കളർ വന്നതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിത് ചെറിയ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് വേഗം ഒരുപാട് സമയം വേണ്ട കേട്ടോ മക്കളെ. നമ്മുടെ ഉള്ളിൽ ഇറച്ചൊക്കെ വേവിച്ച് വെച്ചതല്ലേ, അപ്പം മേൽഭാഗം മാത്രം ഒരു മുരുമുരാനെ വന്നാൽ മതി കേട്ടോ. ഇത് കണ്ടില്ലേ മക്കളെ, നമ്മുടെ ഡോണറ്റ് നന്നായിട്ട് മേലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് എടുക്കാം. നല്ല പാകത്ത് മുരിഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ? എല്ലാതും ഇതേപോലെ പൊരിച്ചെടുക്കാം. അങ്ങനെ മക്കളെ, നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയ ചിക്കൻ ഡോണറ്റ് റെഡി ആയിട്ടുണ്ട്. ഞാനിതാ ഒരെണ്ണം എടുത്ത് പൊളിച്ച് കാണിച്ചു തരാം. ഉള്ളിൽ കണ്ടില്ലേ മക്കളെ, നല്ല അടിപൊളിയായിട്ടായിട്ടുണ്ട്. അപ്പം മക്കളെ, ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.